നമസ്കാരം. വോട്ടെണ്ണൽ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് പകുതി വോട്ട് പോലും എണ്ണി തീർന്നിട്ടില്ല എന്ന് തോന്നുന്നു. സമയം ഏതാണ്ട് 12 മണി ആവാറായിരിക്കുന്നു. അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാനുള്ള കാരണേ, രണ്ട് സ്ഥാനാർത്ഥികൾ, NDAയുടെ രണ്ട് സ്ഥാനാർത്ഥികൾ രാജീവ് ചന്ദ്രശേഖറും സുരേഷ് ഗോപിയും വിജയത്തോടടുക്കുകയാണ്. രാജീവ് ചന്ദ്രശേഖറിന്റെ കാര്യം ഞാൻ പറയുന്നില്ല, ഉറപ്പിച്ച് പറയുന്നില്ല. കാരണം രാജീവ് ചന്ദ്രശേഖറിന് പകുതി വോട്ടുകൾ എണ്ണി പൂർത്തിയാകാനിരിക്കെ 13,336 വോട്ടിന്റെ ലീഡ് മാത്രമാണുള്ളത്. അത് നേരത്തെ ശശി തരൂർ പല പ്രാവശ്യം മുന്നിൽ എത്തിയിരുന്നു. അതവിടെ നിൽക്കട്ടെ. പക്ഷേ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിൽ ഏതാണ്ട് 1,00,000-ഓളം വോട്ടിന്, ഇപ്പം എൻ്റെ മുന്നിലുള്ള സ്ക്രീനിൽ 47,999 വോട്ടിനാണ് സുരേഷ് ഗോപി ലീഡ് ചെയ്യുന്നത്. ഞാനിങ്ങനെ പെട്ടെന്ന് വീഡിയോ ചെയ്യാനുള്ള കാരണം, കഴിഞ്ഞ കുറേ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വാദമാണ്, കേരളത്തിൽ താമര വിരിയില്ല, അല്ലെങ്കിൽ കേരളത്തിൽ BJP വരില്ല. കാരണം കേരളം എന്ന് പറഞ്ഞാൽ എന്തോ ഇന്ത്യയിലല്ലാത്തൊരു സ്ഥലം എന്ന പോലെയാണ് ഈ സഖാക്കന്മാരൊക്കെ പറയുന്നത്. കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കില്ല. കാരണം നമുക്കറിയാലോ, ഈ എക്സിറ്റ് പോൾ ഫലങ്ങളിൽ കേരളത്തിൽ 1 മുതൽ 3 വരെ സീറ്റ് BJPക്ക് ലഭിക്കും, അതായത് NDAക്ക് ലഭിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോഴും ആരും അത് അങ്ങോട്ട് മുഖവിലേക്ക് എടുത്തില്ല. കേരളത്തിൽ അങ്ങനെ സംഭവിക്കില്ല. പക്ഷേ തൃശ്ശൂർ, സുരേഷ് ഗോപി കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെ, ഞാനിതാ തൃശ്ശൂർ ഇങ്ങനെ എടുക്കുക എന്ന് പറഞ്ഞ പോലെ സുരേഷ് ഗോപി തൃശ്ശൂർ എടുത്തു കഴിഞ്ഞു എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയായിരിക്കും അവസാന വിധി നിർണയം അതായിരിക്കുമെന്ന് കരുതുന്നു. കാരണം ഇനി ഒരു 1,00,000 വോട്ടിൽ നിന്ന് താഴോട്ട് പോകാനുള്ള ഒരു സാധ്യത, അല്ലെങ്കിൽ സുരേഷ് ഗോപി ചിത്രത്തിൽ നിന്ന് അപ്രത്യക്ഷനാവാനുള്ള സാധ്യത തീർത്തുമില്ല. അപ്പോൾ സുരേഷ് ഗോപി വിജയിച്ചു എന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയെ വിജയിപ്പിച്ചത് ഇവിടുത്തെ സഖാക്കന്മാരാണ്, ഇവിടുത്തെ കോൺഗ്രസ്സുകാരാണ്, എതിർപക്ഷമാണ്. കാരണം ഒരു മനുഷ്യനെതിരെ, ഒരു സ്ഥാനാർത്ഥിക്കെതിരെ ഇത്രമാത്രം ഒരു ഹേറ്റ് ക്യാമ്പയിൻ വടകരയിൽ പോലും ഉണ്ടായിട്ടില്ല. വടകരയാണല്ലോ നമ്മൾ സാധാരണ ചർച്ച ചെയ്യാറുള്ളത്. ശൈലജ ടീച്ചറും ഷാഫി പറമ്പിലും തമ്മിലുള്ള മത്സരത്തിൻ്റെ ഇടയിൽ ഈ ഫേക്ക് വീഡിയോയുടെ ഒരു കാര്യം പറഞ്ഞു, പിന്നെ ഈ കാഫിർ പ്രയോഗം പറഞ്ഞു, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം, സുരേഷ് ഗോപി മത്സരിക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ, അല്ലെങ്കിൽ എന്താ പറയുക, പത്രിക നൽകുന്നതിന് മുമ്പ് തന്നെ കോഴിക്കോട്ട് വലിയൊരു വിവാദം സുരേഷ് ഗോപിയുടെ തലക്ക് മേലെ അടിച്ചേൽപ്പിച്ചുകൊണ്ടാണ് സുരേഷ് ഗോപി വിടുന്നത്. അറിയാലോ, ഒരു മാധ്യമപ്രവർത്തകയെ സുരേഷ് ഗോപി പീഡിപ്പിച്ചു എന്ന തരത്തിലുള്ള വൃത്തികെട്ട ചില കെട്ടിച്ചമക്കലുകൾ നമുക്കൊക്കെ അറിയാം. നമുക്ക് മാധ്യമപ്രവർത്തകർക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെയൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല. അതിവിടെ ഉണ്ടാക്കിയ കുത്തിത്തിരിപ്പുകളാണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാം. അതുപോട്ടെ, അത് കഴിഞ്ഞിട്ട് സുരേഷ് ഗോപി തൃശ്ശൂരിൽ മത്സരിക്കാൻ ഇറങ്ങിയപ്പോൾ സുരേഷ് ഗോപിക്കെതിരെ നടന്ന ഈ പരിഹാസങ്ങള്, ആക്ഷേപങ്ങള് ഒരു സ്ഥാനാർത്ഥിയും നേരിട്ടിട്ടുണ്ടാവില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു പരിപൂർണ്ണ വിശ്വാസം. കാരണം സുരേഷ് ഗോപി ഒരു വഴിപാട് നടത്തിയതുപോലെ അന്ന് ആലോചിച്ച് നോക്കിയിട്ട്, ഒരു മനുഷ്യൻ ഒരു വഴിപാട് നടത്തുമ്പോൾ ഈ വഴിപാടിൽ എത്ര സ്വർണ്ണമുണ്ട് എന്ന് തൂക്കി നോക്കുന്ന ഒരു സംഭവം ലോക ചരിത്രത്തിൽ തന്നെ കാണില്ല. ഒരു വഴിപാട് നടത്തുക എന്ന് പറഞ്ഞാൽ ഒരാളുടെ അവകാശമല്ലേ? ചെമ്പാണോ സ്വർണ്ണമാണോ അത് നിങ്ങൾ നോക്കേണ്ട കാര്യമുണ്ടോ? ഞാനൊരു വഴിപാട് നടത്തുമ്പോൾ. അപ്പോൾ സുരേഷ് ഗോപി മാതാവിന് സ്വർണ്ണകിരീടം സമർപ്പിച്ചപ്പോൾ ഈ സ്വർണ്ണകിരീടത്തിൽ എത്ര സ്വർണ്ണമുണ്ട്, ചെമ്പല്ലേ കൂടുതൽ? അവസാനം സുരേഷ് ഗോപിയെ ചെമ്പ് ഗോപി എന്ന് പറയുന്ന വൃത്തികെട്ട, ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ആയതുകൊണ്ടാണ് ഇതിനേക്കാൾ അങ്ങേപ്പുറത്തുള്ളൊരു വാക്ക് പ്രയോഗിക്കാതെ കേട്ടോ. നമ്മൾ സോഷ്യൽ മീഡിയ ഒക്കെ കാണുമ്പോൾ സഖാക്കന്മാർ മുഴുവൻ സുരേഷ് ഗോപിയെ വിളിക്കുന്നത് ചെമ്പ് ഗോപി, കോപ്പർ ഗോപി. കാരണം എന്താ, ഈ മനുഷ്യൻ മാതാവിന് സ്വർണ്ണ കിരീടം, നമുക്ക് അങ്ങനെയല്ലേ ചെയ്യുക, അങ്ങനെയല്ലേ സാധനം പറയാം, സ്വർണ്ണ കിരീടം, സ്വർണ്ണത്തിൽ ചെമ്പുണ്ടാവും. കാരണം പ്രത്യേകിച്ച് കിരീടം നിർമ്മിക്കുന്ന സമയത്ത് സുരേഷ് ഗോപി തന്നെ പറഞ്ഞു, അത് ഉണ്ടാക്കിയ ആ ഗോൾഡ് സ്മിത്ത് തന്നെ വന്ന് പറഞ്ഞു എങ്ങനെയാണ് സംഭവിച്ചതെന്ന്. കാരണം ഒരു കിരീടം, സ്വർണ്ണ കിരീടം ഉണ്ടാക്കുമ്പോൾ അതിൽ എത്രമാത്രം ആ കിരീടത്തിന് ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് എത്രമാത്രം ചെമ്പ് ചേർക്കണം എന്നുള്ളതൊക്കെ ഈ ഗോൾഡ് സ്മിത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഒരു കണക്കാണ്. അതിന് വേണ്ടിയിട്ട് സുരേഷ് ഗോപി കുറെ സ്വർണ്ണം കൊടുത്തു, ഇതിൻ്റെ അകത്ത് നിന്ന് എടുത്തുണ്ടാക്കിക്കോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി സ്വർണ്ണം സുരേഷ് ഗോപിക്കും കൊടുത്തു. എന്നിട്ടാണ് നമ്മുടെ സാധാരണ ആൾക്കാരാണെങ്കിൽ നമുക്ക് സഹിക്കാം. ഇതെന്ന് പറഞ്ഞത് CPM-ലെയും കോൺഗ്രസിലേക്ക് ഉന്നത നേതാക്കന്മാർ ഒരു ഉളുപ്പുമില്ലാതെ ഈ TV ചർച്ചയിലൊക്കെ വന്നിരുന്നിട്ട് ഇയാൾ മറ്റേ മാതാവിന് കൊടുത്ത സ്വർണ്ണ കിരീടത്തിലും തട്ടിപ്പ് നടത്തി. മാതാവിന് കൊടുത്ത സ്വർണ്ണ കിരീടത്തിൽ 4-5 പവൻ ലാഭിച്ചിട്ട് വേണമല്ലോ സുരേഷ് ഗോപിക്ക് ഇവിടെ വീട്ടിലെ ചെലവ് നടത്താൻ. എന്ത് തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് ചൊരിഞ്ഞതെന്നറിയും. അതേപോലെ തന്നെ എന്താ പറയുക, സുരേഷ് ഗോപി സഹപ്രവർത്തകരെ വഴക്ക് പറഞ്ഞു. അതിലെന്താ അത്ഭുതം? വഴക്ക് പറയണ്ടേ?
സഹകരിക്കാത്ത അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള പ്രചാരണ രംഗം ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ചില സ്ഥലങ്ങളിലൊക്കെ BJP പ്രവർത്തകർ വേണ്ട രീതിയിലുള്ള ഒരു സഹകരണം നൽകുന്നില്ല എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അദ്ദേഹം വഴക്ക് പറഞ്ഞു. അത് സാധാരണല്ലേ, വഴക്ക് പറയണ്ടേ? കാരണം സുരേഷ് ഗോപി എന്ന് പറയുന്നത് പച്ചയ മനുഷ്യരാണ്. പലരും പറയാറുണ്ട് സുരേഷ് ഗോപി ഈ സിനിമാ നടനിൽ നിന്ന് ഇറങ്ങി വന്നിട്ടില്ല, ഇപ്പോഴൊരു ചാക്കോച്ചിയാണ്. സുരേഷ് ഗോപി ചാക്കോച്ചി തന്നെയാണ്. പക്ഷേ സുരേഷ് ഗോപി പച്ചയായ മനുഷ്യനാണ്. പച്ചയായ മനുഷ്യനായിട്ട് സുരേഷ് ഗോപി കയർക്കും, എതിർക്കും, സ്നേഹിക്കും, ഉമ്മ വെക്കും, കെട്ടിപ്പിടിക്കും. ഇതൊക്കെ സുരേഷ് ഗോപി ചെയ്യും, നമ്മളൊക്കെ ചെയ്യുന്ന പോലെ തന്നെ. അപ്പൊ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം സുരേഷ് ഗോപിയെ ആക്ഷേപിച്ചുകൊണ്ട് പരിഹസിച്ചുകൊണ്ട് തകർക്കാനുള്ളൊരു ശ്രമമാണ് ഇവിടുത്തെ വോട്ടർമാർ പരാജയപ്പെടുത്തിയത്. അപ്പൊ ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ എന്താണ്, സുരേഷ് ഗോപി ഒരു അമ്മക്കും മകൾക്കും ചികിത്സാ സഹായം ചോദിച്ചു വന്നിട്ട് ഗോവിന്ദ മാഷോട് ചോദിക്കാൻ പറഞ്ഞു. ചികിത്സാ സഹായം ചോദിച്ചു വന്നാൽ പിന്നെ ഗോവിന്ദ മാഷോടല്ലേ ചോദിക്കാൻ പറയാം, അല്ലെങ്കിൽ ഇവിടുത്തെ ആരോഗ്യമന്ത്രിയോടല്ലേ ചോദിക്കാൻ പറയാം, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയോടല്ലേ ചോദിക്കാൻ പറയാം. അത് വളരെ സ്വാഭാവികമല്ലേ? ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും ചികിത്സാ സഹായം സുരേഷ് ഗോപി നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇത് എന്നിട്ട് വലിയ വാർത്തയാക്കി നമ്മുടെ പാർട്ടി ചാനൽ സുരേഷ് ഗോപി ആ അമ്മയെയും മകളെയും പരിഹസിച്ചു. ഒരു അമ്മയും മകളും വന്ന് ചോദിക്കുകയാണ്, മകൾക്ക് ഇങ്ങനെ അസുഖമാണ്, അതുകൊണ്ട് ചികിത്സിക്കാൻ ഏതാണ്ട് വലിയ സംഖ്യയാണ്, എത്രയോ ലക്ഷങ്ങൾ വേണം, അത് തരണം എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപി സ്വാഭാവികമായിട്ട് സുരേഷ് ഗോപിക്ക് മനസ്സിലായിട്ടുണ്ട് പിന്നിലെ കുത്തിത്തിരിപ്പാറാണെന്ന്. കാരണം ഈ അമ്മയും മകളെയും കെട്ടി കൊണ്ടുവന്നത് തന്നെ ഇവിടുത്തെ ഒരു മറ്റു ആൾക്കാരാണ്. അതൊക്കെ നമ്മൾ തെളിഞ്ഞ കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സുരേഷ് ഗോപി വളരെ കൂളായിട്ട് പറഞ്ഞു, ഗോവിന്ദ മാഷോട് ചെന്ന് പറഞ്ഞാൽ മതി. ഇത് എന്തോ സുരേഷ് ഗോപി വലിയൊരു അപരാധം ചെയ്ത പോലെയാണ് ഇവിടെ അവതരിപ്പിച്ചത്. പിന്നെന്താണ്, പിന്നെ സുരേഷ് ഗോപി എന്തൊക്കെ ചെയ്യുന്നു അത് മുഴുവനും സുരേഷ് ഗോപിക്ക് എതിരായ ആരോപണങ്ങളാക്കി കൊണ്ടു നടന്നവർക്ക് തലക്ക് കിട്ടിയ ഒരു യമണ്ടൻ അടി തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഈ ഗംഭീര വിജയം എന്നാണ് തോന്നുന്നത്. അങ്ങനെ കേരളത്തിൽ താമര വിരിഞ്ഞു. എത്ര താമര എന്നുള്ളത് കുറച്ചുകൂടി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഏതായാലും അതുവരെ നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.